എൻ്റെ ഇണ തന്നെ എനിക്ക് കെണിയായി മാറിയിരിക്കുന്നു. കാരണം അവൾ അവനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില ബൈബിൾ കഥാപാത്രങ്ങളെ കാണാൻ സാധിക്കും. തുണ കെണിയായി മാറിയ സംഭവങ്ങൾ. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആദത്തിന് ഹവ്വ ഒരു കെണിയായി മാറി. അവളാണ് പാപത്തിന് പ്രേരിപ്പിച്ചതും അങ്ങനെ ആ പറുദീസായുടെ സൗന്ദര്യം അവർക്ക് നഷ്ടമായതും. ആഹാബ് രാജാവിൻ്റെ ഭാര്യ ജസബൽ അവന് കെണിയായി മാറി. 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിന്റെ ഭാര്യ പറഞ്ഞത് നീ കേട്ടതുകൊണ്ട് നീ നിന്നെ തന്നെ വിറ്റവനായി മാറിയിരിക്കുന്നു. സോളമൻ രാജാവിനും അവൻ്റെ ഭാര്യമാർ മൂലം അവൻ വിഗ്രഹാരാധനയിലേക്ക് വഴുതി വീഴേണ്ടി വന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, സൃഷ്ടാവായ ദൈവത്തെക്കാൾ ഉപരി സൃഷ്ടിയെ നാം സ്നേഹിക്കരുത്, അനുസരിക്കരുത്. എങ്കിൽ ഈ കെണിയിൽ വീഴാതിരിക്കാൻ നമുക്ക് സാധിക്കും. അതിന് ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.